ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ്. അതായത് ആ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ ബസ് റൂട്ട് എല്ലാം അടുത്ത് തന്നെയുണ്ട്. ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലെ ബസ് റൂട്ടൊക്കെ സൗകര്യമുള്ളതാണ്. കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തു വിധിപ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 400 സെൻറ്റ് സ്ഥലത്താണ് 1800 സ്ക്വയർ ഫീറ്റിൽ ഈ വീട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ധാരാളം വീടുകൾ വർക്ക് നടക്കുന്നതും താമസിക്കുന്നതുമായിട്ടുള്ള നല്ലൊരു അടിപൊളി വില്ല പ്രൊജക്റ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വില്ല ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ വീതി കൂടിയ, അതായത് ഒരു 6 മീറ്ററോളം വീതി കൂടിയ ടാറിനോടാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം കൊടുത്തിരിക്കുന്നത്. വർക്കൊക്കെ നടക്കുന്ന കാരണം, കുറച്ച് മണലും മറ്റും പണിസാധനങ്ങളൊക്കെ കിടക്കുന്ന കാരണമാണ് ഇങ്ങനെ നമുക്ക് വീതി തോന്നിക്കാത്തത്. 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വശം നല്ല വീതിയുള്ള സ്ലൈഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെപ്പറേറ്റ് ഒരു കാർ പോർച്ച്, ഒരു ഇന്നോവ പോലുള്ള വലിയൊരു വാഹനം നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ പോർച്ചിൽ കയറ്റിയിടാനുള്ള സൗകര്യം ഉള്ളതാണ്. നമുക്ക് കാണാം, നല്ലൊരു ബോക്സ് ടൈപ്പ് വീടാണിത്. നല്ലൊരു എലിവേഷനോട് കൂടിയാണ് വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ടെക്സ്ചർ വർക്കുകളും അതുപോലെ വാം ലൈറ്റുകളും നല്ല മനോഹരമായ കളർ പെയിൻറ്റിങ്ങും നല്ലൊരു അടിപൊളി സ്റ്റൈലിൽ തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ വാഹനം ഈ ഭാഗത്ത് നമുക്ക് കയറ്റി നിർത്താനുള്ള സ്പേസും ഉണ്ട്. 400 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂടിയാണ് കിഴക്കോട്ട് ദർശനമായിട്ട് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ. അതുപോലെ 18-19 കാലങ്ങളിലൊന്നും വെള്ളം കയറാത്ത ഒരു ഏരിയ. ധാരാളം വെള്ളം എപ്പോഴും, നല്ല വേനൽക്കാലത്തും ഇവിടെ ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത്. വീടിൻ്റെ സൈഡിലൊക്കെ 1.5 മീറ്ററോളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൈഡിലുള്ള വീടുകളുടെ വ്യൂസാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഫ്രണ്ട് സൈഡിലും വീടുകൾ, ധാരാളം വർക്ക് നടക്കുന്നതും താമസിക്കുന്നതുമായ വീടുകൾ ഇവിടെയുണ്ട്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 9 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കായിട്ടുള്ളത്. തൃശ്ശൂർ സെൻറ്ററിൽ നിന്ന്, റൗണ്ടിൽ നിന്ന്. നല്ലൊരു നീളം കൂടിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണാം, അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഒരു ചാരു ബെഞ്ച് ഇവിടെ ഗ്രാനൈറ്റോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ഡോറാണ്, തേക്ക് വുഡിലാണ് ഇവിടെ ഡബിൾ പാളി ഡോറ് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്ന ലിവിങ് ഹാളാണിത്. അത്യാവശ്യം സ്പേസോട് കൂടി തന്നെയാണ് ലിവിങ് ഹാൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ജനൽപ്പാളി കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഹോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുള്ളത്. നല്ല കളർ പെയിൻറ്റിങ്, നല്ല വാം ലൈറ്റുകളും നല്ല രസകരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ധാരാളം LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് TV യൂണിറ്റ്, അത് മൾട്ടിവുഡിലാണ് ഇവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് നല്ല വീതി കൂടി ഒരു TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല കളർ പെയിൻറ്റിങ്ങും വാം ലൈറ്റും നല്ലൊരു ലിവിങ് ഹാൾ, നല്ലൊരു മനോഹരത കൂട്ടുന്നുണ്ട്. ലിവിങ് ഹാളിനോട് സൈഡിൽ ചേർന്നിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം, ഒരു സൈഡിലായിട്ട് ഒതുക്കിയിട്ട് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. നല്ല വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണിത്. കാണാം, വീതി കൂടിയ ഒരു ബെഡ്റൂം തന്നെയാണിത്. അതുപോലെ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് വിൻഡോസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. വർക്കെല്ലാം ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണിത്. ഈ പോയിന്റുകൾ, അപ്പോക്സിയുടെ പോയിന്റുകൾ, അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പണി തീരാനുള്ളത്. കബോർഡ്, അലമാരി വർക്കുകളാണ് കാണുന്നത്. മിററോട് കൂടിയുള്ള ഒരു അലമാരി വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലിവിങ് ഹാളിന് നല്ലൊരു ആർച്ച്, നല്ല മനോഹരമായ രീതിയിലൊരു ആർച്ച് നമുക്ക് കാണാം. അത് മൾട്ടിവുഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ധാരാളം LED ബൾബുകളും കളർ പെയിൻറ്റിങ്ങും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡൈനിങ് ഹാളാണ് നമ്മൾ കടന്നു. ചുമരിൻ്റെ ഒരു സൈഡിൽ ടെക്സ്ചർ വർക്കുകൾ ഫുൾ ലെങ്ത്തിൽ ഒരു ടെക്സ്റ്റ് വർക്ക് കൊടുത്തിരിക്കുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അതുപോലെ മുകൾ വശത്തായിട്ട് നല്ല ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകൾ, നല്ല കളർ പെയിൻറ്റിങ്ങിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലോക്ക് യൂണിറ്റ്, ഒരു സൈഡിലായിട്ട് മൾട്ടിവുഡിൽ തന്നെയാണ് അതും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്നൊരു സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെ, വീതി കൂട്ടിയ ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ ഡിസൈൻ കളറോട് കൂടിയിട്ടുള്ള അലമാരി വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ ഒരു ആഷ് കളറാണ്, നടുക്ക് ഗ്ലാസ് മിററോട് കൂടിയിട്ട്. സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. ഹീറ്ററിനുള്ളതും അതുപോലെ എക്സോസ്റ്റ്, അതുപോലെ സോളാറിൻ്റെ പൈപ്പ് കണക്ഷൻ എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നീട് നമുക്ക് കുത്തി പൊളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുപോലെ എല്ലാ ബെഡ്റൂമുകളും AC പോയിൻറ്റും ഇൻവെർട്ടറിൻ്റെ പോയിൻ്റ് എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡൈനിങ് ഹാളിൽ നമ്മൾ കിച്ചണിലേക്ക് ഫുൾ ലെങ്ത് ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. കാണാൻ ധാരാളം കബോർഡ് വർക്കുകൾ കിച്ചണിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. UV ഷീറ്റിലാണ് ഇവിടെ കബോർഡ് വർക്ക്, അലമാരി വർക്കിൻ്റെ കബോർഡ് വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിഴക്കോട്ട് ഒരു ചിമ്മിനിക്ക് ഹോബിനുള്ള സ്പേസ് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല കളർ പെയിൻറ്റിങ്ങോട് കൂടിയിട്ടാണ് ഇന്ത്യയുടെ ഡിസൈൻ വർക്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. LED ബൾബോട് കൂടി തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മുകൾ വശത്തെ റാക്കായിട്ട് മുകളിലും കബോർഡ് വർക്ക് ധാരാളം ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡ് വശത്തിലെല്ലാം വീതി ടൈൽ തന്നെയാണ് ചുമരിലും കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗം, ഇവിടെയും ധാരാളം കബോർഡ് വർക്കുകൾ, അത് സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ വാഷ് ഏരിയയോട് കൂടി തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മുകൾ വശത്തും കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, താഴെയും കബോർഡ് വർക്ക് നന്നായിട്ട് ചെയ്തിരിക്കും. ഒരു കോമൺ ബാത്റൂമാണ് വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു യൂറോപ്യൻ മോഡൽ ക്ലോസറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയന് പുറത്തേക്ക് കാണുന്ന ഭാഗമാണ്. സൈഡ് വശങ്ങളെല്ലാം ബേബി മെറ്റലെല്ലാം വിരിച്ച് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുമലേക്ക് ചെളി തെറിക്കാത്ത വിധത്തിലെല്ലാം തലക്കല്ല് ഒരു കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്ക് സൈഡിലുള്ള വ്യൂസാണ് കാണുന്നത്. ഇവിടെയൊക്കെ ധാരാളം വില്ലകൾ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗമാണിത്. നാല് 700 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 65 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ തന്നെ നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ്. കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ മണ്ണുത്തി ആ സെൻറ്ററിലേക്ക് വെറും 3.5 കിലോമീറ്റർ. സ്കൂളുകളായാലും അതേപോലെ സൂപ്പർ മാർക്കറ്റിലെല്ലാം തന്നെ ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ്. ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ. മുകൾ വശത്തെ ഒരു വാൾ ഏരിയയിൽ വാൾ ഭാഗത്ത് നമ്മൾ ടെസ്റ്റ് വർക്ക് ധാരാളം തന്നെ കൊടുത്തിട്ടുണ്ട്. മുകൾ വരെ അറ്റം വരെ ടെസ്റ്റ് വർക്ക് കൊടുത്തിരിക്കുന്നു. മുകൾ വശത്തെ ഹാളാണ്. നല്ല വീതി കൂടി സ്പേസോടുകൂടി ഒരു ഹാൾ തന്നെയാണ് മുകൾ വശത്ത് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ സെപ്പറേറ്റ് മുകൾ വശത്ത് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള ഫംഗ്ഷൻ പരിപാടിയൊക്കെ വയ്ക്കണമെങ്കിൽ ഒരു വാഷബിൾ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. മുകൾ വശത്തെ 3ാമത്തെ ബെഡ്റൂം. ആ താഴത്ത് കണ്ടിട്ടുള്ള ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്യാരണ്ടി കൂടിയ കമ്പനി മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡിലും സെപ്പറേറ്റ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെറൈറ്റി ഡിസൈനോട് കൂടിയ ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
നാലാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിലും ഹാളിലും എല്ലാം തന്നെ ഒരേ മാച്ചിങ് ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് യൂണിറ്റ് സെപ്പറേറ്റ് ഈ ബെഡ്റൂമിലെ ഒരു സൈഡിലായിട്ട് മിററോട് കൂടി കൊടുത്തിരിക്കും. അറ്റാച്ച്ഡ് ബാത്റൂം. മുകൾ വശത്തെ ബാൽക്കണിയാണിത്. മുകളിൽ നിന്നുള്ള വ്യൂസാണ് നമ്മൾ കാണുന്നത്. വർക്ക് നടക്കുന്ന വീടുകളും താമസിക്കുന്ന വീടുകളും എല്ലാം തന്നെ ഉള്ള ഒരു ഏരിയ തന്നെയാണിത്. ഒരു വില്ല തന്നെയാണിത്. പക്ക പറമ്പാണ്. വീട്ടുകാർ ആധാരത്തിൽ പക്ക പറമ്പ് തന്നെയാണ് ഇവിടെ സ്ഥലം. ബാക്ക് സൈഡിലുള്ള ഓപ്പൺ ടെറസാണിത്. ബാക്ക് സൈഡിലുള്ള ഓപ്പൺ ടെറസ് കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പ് ഓപ്പൺ ടെറസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റയർ ഒരു സൈഡിലായിട്ട് ഒതുക്കി മുകളിലേക്കുള്ള സ്റ്റയറും കൊടുത്തിരിക്കുന്നു. ബാക്ക് സൈഡിൽ നല്ല വീടുകളുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് ഇത്. വർക്ക് നടക്കുന്നതും പണിയാൻ പോകുന്ന ഭാഗങ്ങളും നമുക്ക് കാണാം. 4700 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള ഈ വീടിന് 65 ലക്ഷം രൂപയാണ് ഉടമ ഉദ്ദേശിക്കുന്നത്. വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. ബൈ.